അമേരിക്കൻ വിസ കൈവശമുള്ള അന്താരാഷ്ട്ര യാത്രക്കാരെയും പ്രവാസികളെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു വിവരമാണ് ഇന്ന് പുറത്തു വരുന്നത്. പാസ്പോർട്ടിന്റെ കാലാവധി കഴിയുമ്പോഴും അതിലെ US വിസയ്ക്ക് കാലാവധി ഉണ്ടാകാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ പലരും വരുത്തിവെക്കുന്ന ചെറിയൊരു അബദ്ധം മൂലം നിങ്ങളുടെ US വിസ എന്നേക്കുമായി റദ്ദാക്കപ്പെട്ടേക്കാം. അർജന്റീനിയൻ അന്താരാഷ്ട്ര വാർത്താ മാധ്യമമായ എൽ ക്രോണിസ്റ്റ ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം പഴയ പാസ്പോർട്ടിലുള്ള അമേരിക്കൻ വിസ സ്റ്റിക്കർ ഇളക്കിയെടുത്ത് പുതിയ പാസ്പോർട്ടിലേക്ക് ഒട്ടിക്കുകയോ മാറ്റാൻ ശ്രമിക്കുകയോ ചെയ്താൽ US അധികൃതർ ആ വിസ തൽക്ഷണം റദ്ദാക്കും. എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ നിയമം? പഴയ പാസ്പോർട്ടിൽ വിസയുള്ളവർ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട ശരിയായ രീതി എന്താണ്? നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. പല രാജ്യങ്ങളിലും സാധാരണയായി കണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. പഴയ പാസ്പോർട്ടിന്റെ കാലാവധി കഴിയുമ്പോൾ പുതിയ പാസ്പോർട്ട് എടുക്കുകയും പഴയതിലെ വിവരങ്ങൾ പുതിയതിലേക്ക് പുതുക്കുകയും ചെയ്യുക എന്നത്. എന്നാൽ US വിസയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷന്റെയും നിയമം അനുസരിച്ച് ഒരു US വിസ സ്റ്റിക്കർ അത് പതിപ്പിച്ചിട്ടുള്ള ആദ്യ പാസ്പോർട്ടുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. പാസ്പോർട്ടിന്റെ കാലാവധി അവസാനിച്ചാലും അതിലുള്ള വിസയ്ക്ക് കാലാവധി ഉണ്ടെങ്കിൽ ആ വിസ നിയമപരമായി സാധ്യതയുള്ളതായി തുടരും. എന്നാൽ ചില യാത്രക്കാർ പുതിയ പാസ്പോർട്ട് ലഭിക്കുമ്പോൾ പഴയ പാസ്പോർട്ടിൽ നിന്ന് വിസ സ്റ്റിക്കർ പീൽ ചെയ്ത് പുതിയ പാസ്പോർട്ടിലേക്ക് മാറ്റിയൊട്ടിക്കാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ പാസ്പോർട്ട് ഓഫീസുകളിൽ നിന്ന് വിസ റീസ്റ്റാമ്പ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നു. ഇത്തരത്തിൽ വിസ സ്റ്റിക്കറിന് ഭൗതികമായി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ ഒരു പാസ്പോർട്ടിൽ നിന്ന് വേറൊന്നിലേക്ക് മാറ്റുകയോ ചെയ്താൽ ആ വിസ സ്വയം റദ്ദാക്കപ്പെടും. US വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ചട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നമുക്ക് പരിശോധിക്കാം. 1. 2 പാസ്പോർട്ടുകൾ ഒന്നിച്ചു കരുതുക. കാലാവധി കഴിഞ്ഞ പഴയ പാസ്പോർട്ടിൽ സാധ്യതയുള്ള US വിസയുണ്ടെങ്കിൽ യാത്രാവേളയിൽ പഴയ പാസ്പോർട്ടും പുതിയ പാസ്പോർട്ടും ഒരുമിച്ച് കയ്യിൽ കരുതണം. രണ്ടാമത്തെ കാര്യം, പഴയ പാസ്പോർട്ടും പുതിയ പാസ്പോർട്ടും ഒരേ രാജ്യത്തിൻ്റെതായിരിക്കണം. മൂന്നാമത്തേത്, വിസ കേടുപാടുകൾ ഇല്ലാത്തതായിരിക്കണം. പഴയ പാസ്പോർട്ടിലെ വിസ പേജിന് കേടുപാടുകൾ സംഭവിക്കുകയോ പേജ് കീറുകയോ സ്റ്റിക്കർ അഴിച്ചെടുക്കാനോ മാറ്റാനോ ശ്രമിക്കുകയോ ചെയ്യരുത്. 4. നിങ്ങളുടെ യാത്രയുടെ ഉദ്ദേശത്തിന് അനുയോജ്യമായ വിസ ടൈപ്പ് ആയിരിക്കണം അത്. ചരിത്രപരമായി നോക്കിയാൽ അമേരിക്കൻ വിസ നിയമങ്ങളിൽ നിന്നും കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 2000കളുടെ തുടക്കം മുതൽ വിസ വ്യാജമായി നിർമ്മിക്കുന്നതും ദുരുപയോഗം ചെയ്യുന്നതും തടയാൻ അത്യാധുനിക ബയോമെട്രിക് സാങ്കേതിക വിദ്യയും സെക്യൂരിറ്റി ഫീച്ചറുകളുമാണ് US വിസ സ്റ്റിക്കറുകളിൽ ഉപയോഗിക്കുന്നത്. അമേരിക്കൻ പോർട്ട് ഓഫ് എൻട്രിയിൽ എത്തുമ്പോൾ ഇമിഗ്രേഷൻ ഓഫീസർമാർ നിങ്ങളുടെ പഴയ വിസയിലെ വിസ സ്കാൻ ചെയ്യുകയും പുതിയ പാസ്പോർട്ടിൽ പ്രവേശന സ്റ്റാമ്പ് പതിപ്പിച്ചു നൽകുകയും ചെയ്യും. എന്നാൽ വിസ സ്റ്റിക്കർ അഴിച്ചെടുത്ത ലക്ഷണങ്ങളോ അല്ലെങ്കിൽ പുതിയ പാസ്പോർട്ടിൽ ഒട്ടിച്ച രീതിയോ കണ്ടാൽ അത് വ്യാജരേഖ ചമയ്ക്കലായി കണക്കാക്കി യാത്രക്കാരനെ തിരികെ അയക്കാനും വിസ റദ്ദാക്കാനും ഇമിഗ്രേഷൻ അധികൃതർക്ക് പൂർണ്ണ അധികാരമുണ്ട്. ഇനി പ്രവാസികളും വിദേശ യാത്രക്കാരും എന്തൊക്കെ കാര്യങ്ങളാണ് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടത്? പാസ്പോർട്ട് പുതുക്കുമ്പോൾ പഴയ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യപ്പെടുമെങ്കിലും അതിലെ സാധ്യതയുള്ള US വിസ പേജ് ക്യാൻസൽ സ്റ്റാമ്പ് ചെയ്ത് നശിപ്പിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കുക. US യാത്രയിലുടനീളം പഴയതും പുതിയതുമായ 2 പാസ്പോർട്ടുകളും കയ്യിൽ കരുതുക. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും എയർലൈൻ ചെക്ക് ഇൻ സമയത്തും പുതിയ പാസ്പോർട്ട് വിവരങ്ങൾ നൽകുക. പഴയ പാസ്പോർട്ടിലെ വിസ ഇളക്കിയെടുത്ത് പുതിയ പാസ്പോർട്ടിൽ ഒട്ടിക്കാൻ ശ്രമിക്കരുത്. വിസ പേജിൽ പേന കൊണ്ട് എഴുതുകയോ മറ്റ് വിദേശ മുദ്രകൾ പതിപ്പിക്കുകയോ ചെയ്യരുത്. പഴയ പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ നശിക്കുകയോ ചെയ്താൽ പുതിയ വിസയ്ക്കായി കൗൺസിലേറ്റിൽ വീണ്ടും അപേക്ഷിക്കേണ്ടി വരും. അമേരിക്കൻ വിസ ലഭിക്കുന്നത് വലിയ പ്രക്രിയ ആയതിനാൽ തന്നെ നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നത് ഏതൊരു യാത്രക്കാരന്റെയും ഉത്തരവാദിത്തമാണ്. ഒരു ചെറിയ അബദ്ധം നിങ്ങളുടെ ഭാവി യാത്രകളെയും വിസ സ്റ്റാറ്റസിനെയും പ്രതികൂലമായി ബാധിച്ചേക്കാം.